നമസ്കാരം. കുറെ നാളുകൾക്ക് ശേഷം കോഴിക്കോടുള്ള അപ്സര തിയേറ്റർ നിറഞ്ഞു കവിയുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആ ഒരു തിയേറ്റർ നിറഞ്ഞു കവിയാനുള്ള പ്രധാന കാരണം മമ്മൂക്കയുടെ ടെർബോ തന്നെയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററുകളിലൊന്നാണ് കോഴിക്കോട് അപ്സര തിയേറ്റർ. ഏകദേശം 1005 പരം സീറ്റുകളാണ് ആ തിയേറ്ററിലുള്ളത്. കുറെ നാളുകളായിട്ട് ആ ഒരു തിയേറ്റർ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് വീണ്ടും റീ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ലിസ്റ്റൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് ആണ് ഈ ഒരു തിയേറ്റർ റീ ഓപ്പൺ ചെയ്യുന്നത്. റീ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു തിയേറ്ററിൽ ആദ്യം പ്രദർശിപ്പിക്കാൻ പോകുന്ന ചിത്രമാണ് മമ്മൂക്കയുടെ ടെർബോ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെയായിരുന്നു അപ്സര തിയേറ്ററിൽ ചിത്രത്തിന്റെ ടിക്കറ്റുകൾ വിറ്റുപോയത്. ഇതിപ്പോൾ കോഴിക്കോടുള്ള അപ്സര തിയേറ്ററിന്റെ കാര്യം മാത്രമല്ല, ടെർബോ സിനിമ പ്രദർശിപ്പിക്കുന്ന ഓരോ തിയേറ്ററിലും ഇതേ അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ എറണാകുളത്തേക്ക് വരുമ്പോൾ PVR ഫോറം മാളിൽ ചിത്രം കളിക്കാൻ പോകുന്നത്, അതായത് ടെർബോ എന്ന ചിത്രം കളിക്കാൻ പോകുന്നത് ആദ്യ ദിവസം 10 ഷോയാണ്. അതിലിപ്പോൾ തന്നെ 9 ഓറഞ്ച് അലേർട്ടാണ്. ഷേണായ്സിലേക്ക് വരുമ്പോൾ ആദ്യ ദിവസം ചിത്രം കളിക്കാൻ പോകുന്നത് 16 ഷോയാണ്. അതിൽ 11 ഷോയും ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫില്ലാണ്. PVR ഒബ്രോ മാൾ കൊച്ചി ആദ്യ ദിവസം ടെർബോ എന്ന ചിത്രം കളിക്കാൻ പോകുന്നത് 5 ഷോയാണ്. ആ 5 ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ്. PVR ലുലു കൊച്ചിയിലേക്ക് പോകുമ്പോൾ 15 ഷോയാണ് ആദ്യ ദിവസം ചിത്രം കളിക്കാൻ പോകുന്നത്. ആ 15 ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ്. ഇനി ടെർബോ സിനിമയുടെ എറണാകുളത്തെ ഏറ്റവും മികച്ച ബുക്കിംഗ് ഉള്ള വനിതാ ഇടപ്പള്ളിയിലേക്ക് പോകുമ്പോൾ ആദ്യ ദിവസം കളിക്കാൻ പോകുന്നത് 15 ഷോയാണ്. അതിൽ ഇപ്പോൾ തന്നെ 4 ഷോ ഹൗസ്ഫുൾ സ്റ്റാറ്റസ് നേടിക്കഴിഞ്ഞു. 11 ഷോ ഓറഞ്ച് അലേർട്ടാണ്. റിലീസ് ചെയ്യാൻ വേണ്ടി ഇനി 3 ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളപ്പോൾ പോലും ടെർബോ സിനിമയുടെ കേരള പ്രീസെയിൽ ഇതിനോടകം തന്നെ 2 കോടി പിന്നിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആഗോള പ്രീസെയിൽ 3 കോടി 20 ലക്ഷവും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അതോടൊപ്പം ടെർബോ സിനിമയുടെ സമയദൈർഘ്യത്തിന്റെ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 2 മണിക്കൂറും 31 മിനിറ്റുമാണ് ഈ ഒരു ചിത്രമുള്ളത്. അതിൽ ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂറും 20 മിനിറ്റും സെക്കൻഡ് ഹാഫ് 1 മണിക്കൂറും 11 മിനിറ്റുമാണ് ഉള്ളത്. ടെർബോ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.